അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു സ്പീക്കർ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതിൻ്റെ സൈഡിലെ എഡ്ജ്, പേപ്പർ എഡ്ജൊക്കെ മൊത്തം പോയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഐഡിയ ചെയ്തു. അതായത് പേപ്പർ ഒരു ഫിലിപ്സിൻ്റെ സ്പീക്കറാണ്. അപ്പം പേപ്പർ മാറാതെ തന്നെ നമുക്കിതെങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു ചെറിയൊരു പരീക്ഷണമായിരുന്നു. കാര്യം ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ എല്ലാവരും കൊണ്ട് പേപ്പർ മാറും, അതിൻ്റെ കൂടെ കോയിൽ മാറും, പിന്നെ സ്പൈഡർ മാറും, പിന്നെ ഫിലിപ്സ് എന്ന് പറയുന്ന സ്പീക്കറിൻ്റെ ഒരു ഗുണം തന്നെ ഇല്ലാതാകുന്നു. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൽ ചെയ്തതുപോലെയാണ്. വേറൊരു ഫുൾ റേഞ്ച് പേപ്പർ വാങ്ങിയതിന് ശേഷം അതിൻ്റെ എഡ്ജ് വെട്ടിയെടുത്ത് ഈ ഒരു സ്പീക്കറിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു ക്വാളിറ്റിക്ക് വ്യത്യാസം അവിടെ ഉണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇട്ട് വന്ന എഡ്ജ് അല്ല ഇത്, ആ ഒരു എഡ്ജ് അല്ല ഇതിലുള്ളത്. പകരം നമ്മൾ അഡീഷണൽ ചേർത്തൊരു എഡ്ജ് ആയതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. എന്നാലും പേപ്പറിൻ്റെ ക്വാളിറ്റി, കോയിലിൻ്റെ ക്വാളിറ്റി, സ്പൈഡറിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ ഇതിന് വീണ്ടും ഒരു പുതിയ ജീവൻ ഇതിന് കൊടുത്തിരിക്കുകയാണ്. ഫിലിപ്സിൻ്റെ ഒറിജിനൽ സ്പീക്കറാണ്. ഇതാണ് ഇതിൻ്റെ പുറകു വശം, ഞാൻ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പുറകു വശം. ഇതാണ് ഒറിജിനൽ ഫിലിപ്സിൻ്റെ സ്പീക്കറിൻ്റെ അവസ്ഥ. ഈ